ഇത്രയും വൃത്തികേടായിട്ടുള്ള ഒരു അലമാര നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ഷാൾ ഒരു ഭാഗത്ത്, ടോപ്പ് ഒരു ഭാഗത്ത്, പാൻറ് ഒരു ഭാഗത്ത്, മൊത്തത്തിൽ നാശമായിട്ട് കിടക്കാൻ കേട്ടോ. വന്നു പോയി കഴിഞ്ഞാൽ എൻ്റെ മെയിൻ പരിപാടിയാണ് ഈ അലമാര ഒന്ന് അടുക്കി പറക്കി വെക്കുക എന്നുള്ളത്. അല്ലാത്തപ്പോൾ നമ്മൾ ഡ്രസ്സൊന്നും അങ്ങനെ എടുക്കില്ലല്ലോ. അത്യാവശ്യം പുറത്ത് പോകുന്ന ഡ്രസ്സൊക്കെ നമ്മൾ വേറെ സ്ഥലത്താണ് വെക്കുന്നത്, ഇതിൻ്റെ ഉള്ളിൽ വെക്കാറില്ല. ഇതിൽ നല്ല ഡ്രസ്സൊക്കെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്തൊന്നും പോകാത്തപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊന്നും അധികമായിട്ട് ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ സേഫ് ആയിട്ട് വന്ന് കഴിയുമ്പോഴേക്കും ഡെയിലി നമ്മൾ പുറത്ത് പോകാറുണ്ട്, പിന്നെ എന്നും തന്നെ വീഡിയോ എടുക്കാനൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ഡ്രസ്സൊക്കെ വേണമല്ലോ, അതുകൊണ്ട് അത് എടുക്കും. പക്ഷേ അലക്കി ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കൊണ്ട് അതാത് സ്ഥാനത്ത് വെക്കില്ല. ആ ധൃതിയിൽ അങ്ങനെ തന്നെ അവിടെ എവിടെയെങ്കിലും കുത്തികയറ്റി വെച്ചിട്ട് പോകും. പിന്നെ നമ്മളൊന്ന് അതിൽ നിന്ന് ഒരു ഡ്രസ്സ് എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും മൊത്തം കൂടി ഇങ്ങോട്ടേക്ക് ചാടി വരും. അതാണ് അവസ്ഥ. എന്തായാലും ഇന്നെല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ രാവിലെ കയറിയതാണ് കേട്ടോ. ഈ ഒരു പണി ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരുവിധം ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ ഒന്ന് മടക്കി വെച്ചു. ഏറ്റവും ലാസ്റ്റാണ് ഷാളിലേക്ക് വന്നത്. കുറേ ഷാൾ നമുക്ക് ആവശ്യമാണല്ലോ മാറി മാറി ഇടാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് നിധിക്കുട്ടി അലമ്പുണ്ടാക്കാൻ വന്നപ്പോഴേക്കും അവനാണെങ്കിൽ അവളെ പിടിച്ച് അതിലിരുത്തിയതാണ് കേട്ടോ. എന്നിട്ട് തള്ളിക്കൊണ്ട് നടക്കുന്നതാണ്. അതെന്തായാലും നന്നായി, കാരണം നമ്മുടെ പണിയൊന്നും നടക്കില്ലല്ലോ.